എല്ലാവർക്കും നമസ്തേ. ഇപ്പം വിഷു ഒത്തിരി അടുത്തെത്തിയിട്ടുണ്ട്. സദ്യ തയ്യാറാക്കാനുള്ള ഒട്ടുമിക്ക റെസിപ്പീസും നമ്മുടെ ചാനലിലെ കേരള സദ്യ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡഡ് ആണ്. വിഷുവിന് മുൻപായിട്ട് പ്ലേലിസ്റ്റിൽ പോയി ഒന്ന് വീഡിയോസൊക്കെ കാണുക. അതിനുശേഷം നിങ്ങൾ വിഷുവിന് സദ്യ തയ്യാറാക്കണം. ഇന്ന് മറ്റൊരു സദ്യാ വിഭവമാണ് വെണ്ടയ്ക്ക കിച്ചടി. ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടന്നാലോ? ഇതിനായിട്ട് ഏകദേശം ഒരു 10 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കാരണം വലുതും ചെറുതുമൊക്കെയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 10 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതാ മുഴുവനും അരിഞ്ഞിട്ടുണ്ട്. എളുപ്പം വെണ്ടയ്ക്ക തന്നെ നോക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒന്ന് കീറിയ ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അരിഞ്ഞ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ ഇളപ്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കാം. 2 പച്ചമുളക് നമ്മൾ വെണ്ടയ്ക്കായാലും ചേർത്തിട്ടുണ്ടല്ലോ. 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വഴറ്റിയ വെണ്ടയ്ക്ക ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ച അരപ്പും കൂടി ചട്ടിയിലേക്ക് ചേർക്കാം. ഇനി അധികം പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് കട്ടത്തൈര് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്കിനി കടുക് താളിച്ച് ചേർക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയാൽ ഒരു വറ്റൽമുളക് കൂടി ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഫ്ലെയിം ഓഫാക്കാം. കിച്ചടിയിലേക്ക് ചൂടൊട്ടും പോകാതെ തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക കിച്ചടി റെഡിയായിട്ടുണ്ട്. അടച്ചു വെച്ച ശേഷം ഒരു 15 മിനിറ്റിനകം നമുക്കിത് ഇലയിൽ വിളമ്പാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ കറി വിത്ത് അമ്മ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ അതേപോലെ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ ബൈ.